ഗൈസ്, ഇറ്റ്സ് മൈ ബർത്ത്ഡേ പരിപാടി പുലർച്ചെ 12 മണിക്ക് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കോലാണ് ഇപ്പൊ കാണുന്നത്. ഒരു നല്ല ദിവസം ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പള്ളിയിൽ ഇത് ജോഹാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതൊക്കെ കഴിഞ്ഞ് വന്ന മെസ്സേജസിന് റിപ്ലൈ കൊടുക്കണതിനിടയ്ക്കാണ് ഈ ഒരു സംഭവം. വേറൊന്നുമല്ല, എന്റെ സ്ക്വാഡ് എനിക്ക് സർപ്രൈസ് ആയിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. അങ്ങനെ പിന്നെ കുറച്ച് നേരത്തേക്ക് ഞങ്ങൾ എല്ലാവരും ഡെക്കറേഷന്റെ തിരക്കിലായി. അത്ര വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട്. ഈ കണ്ട അലങ്കാര പരിപാടി റീൽസിന് വേണ്ടി ചെയ്തതാണ്. റീൽസ് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ പിൻ ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മൾ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ഡാൻസ് ആണ് ഇപ്പൊ കണ്ടത്. കുഴപ്പമില്ലല്ലേ. അങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് തന്നിട്ട് എന്നെ ഒരു ബർത്ത്ഡേ ഗേൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കേക്ക് മുറിച്ചാലോ? കമ്മൺ എവരിബഡി. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ടു യു പാട്ടൊക്കെ പാടിയിട്ട് ഞങ്ങൾ കേക്ക് മുറിച്ചു, എല്ലാവർക്കും ഷെയർ ചെയ്തു. എന്താണെന്നറിയില്ല, ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഭയങ്കര കളർഫുൾ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി 12 മണിക്ക് തന്നെ തുടങ്ങിയ ഒരു ആഘോഷം ഇന്ന് രാത്രിയാണ് തീർന്നത്. ഒരു റെസ്റ്റ് ഉണ്ടായിട്ടില്ല. അടിപൊളിയായിരുന്നു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ സംഭവബഹുലമായ കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാനും ജെനിയും കൂടിയിട്ട് മെഴുകുതിരിയൊക്കെ ഊതിക്കെടുത്തി. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴേക്കും വിശന്ന് ചാവാറായി. കേക്ക് കട്ടിങ് കഴിഞ്ഞപ്പോഴേക്കും സമയം 2:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയി, ജസ്റ്റ് ഫോർ ചില്ല്. ഉച്ച ആയതുകൊണ്ട് ബീച്ചിൽ നല്ല വെയിലായിരുന്നു. എന്നാലും പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു ചില്ല്. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇതെനിക്ക് അവർ ഗിഫ്റ്റ് ചെയ്താണ്. ഇതിന് ഞാൻ ഊരും തോന്നുന്നില്ല, കാരണം എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടു. പരിപാടി കഴിഞ്ഞിട്ടില്ല, ഇനിതേ അടുത്ത കലാപരിപാടി ഉണ്ട്. ഇവരെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമെന്ന് വിശ്വസിക്കണം. നമ്മൾ എപ്പോഴും പരിപാടിക്ക് ക്രിസ്മസിനും വാലന്റൈൻസ് ഡേക്കും എല്ലാത്തിനും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരു ഗാങ്ങാണ്. അങ്ങനെ അടുത്ത കേക്കും കട്ട് ചെയ്തു. ഇതെന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്കാ. അങ്ങനെ അത് കട്ട് ചെയ്തു, എല്ലാവർക്കും ഷെയർ ചെയ്തു. അങ്ങനെ ആ ഒരു പാർട്ടിയും കളർഫുള്ളായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ബർത്ത്ഡേയുടെ ആഘോഷങ്ങൾ. ഒരു ഫുൾ ഡേ ഫുൾ ബിസി ആയിട്ട് ആകെ കൂടെ കളർഫുള്ളായി നന്നായി എൻജോയ് ചെയ്തു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബിലോ. അപ്പോൾ പിന്നെ കാണാം. ബൈ.